ഇതേപോലെ 2 ഉരുളക്കിഴങ്ങും, ഇനി കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഇത് ട്രൈ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിക്കുന്നത് കൊണ്ട് നിർത്താൻ പറ്റില്ലടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിലോട്ട് നമ്മുടെ വെളുത്തുള്ളി ഒരു 10, 15 ഇട്ട് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി മാറുന്നത് വരെയും വഴറ്റിയെടുത്തിട്ട്, ഇനി അതേ പാനിൽ കുറച്ച് വറ്റൽമുളകും ഒരല്പം പുളിയും ചേർത്ത് അതും ഒന്നങ്ങ് റോസ്റ്റാക്കി എടുത്ത് മാറ്റി വെക്കണം. ഇനി അതേ പാനിലോട്ട് തന്നെ വെണ്ടയ്ക്ക ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനാണ് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട്, ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കണം. അതാണ് ഇതുപോലെ. ഇനി അതിലേക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഇനി ഇതെല്ലാം ഒന്ന് തണുത്ത് വരുമ്പോഴേക്കുവേ നമുക്കിതെല്ലാം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ കൈവച്ചൊന്ന് ഞെരടി എടുക്കണം. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റിയ സമയാട്ടോ. അപ്പോൾ ദാണ്ടെ ഇനി അടുത്ത നമ്മുടെ വറ്റൽമുളകും പുളിയും ചേർത്ത് അതും ഞെരടി എടുത്തിട്ട്, ഇനി നമ്മുടെ വെണ്ടയ്ക്കയുടെ മിക്സും ചേർത്ത് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ച് നല്ലപോലെ അങ്ങോട്ട് ഞെരടി എടുത്തോളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഞെരടി എടുത്തിട്ട് ഇനി എല്ലാം കൂടി ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം കിട്ടുമല്ലോ. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഒന്നും വേണ്ട. ഇത് മാത്രം മതി. അതാണ് അതിൻ്റെതായ ഒരിത്. അപ്പോൾ എങ്ങനെയാണ്, ട്രൈ ആക്കല്ലേ?